ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു ലേക്കിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ വരവാണ് ഇവിടെ. പക്ഷെ മുൻപ് വന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പല സംഭവങ്ങളും. അപ്പോൾ അത് ഈ പ്രാവശ്യം കാണാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെയും കൂടെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ ഫിഷിംഗ് ബോട്ടുകളാണ്. നമുക്ക് വേണമെങ്കിൽ ഫിഷിങ്ങിന് ഇവിടെ നിന്ന് ഇവരെ പെർമിഷൻ എടുത്തുകൊണ്ട് ഇവരെയും കൂട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫിഷിങ്ങിന് പോവുകയൊക്കെ ചെയ്യാം. അതിനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒരു ഏരിയ ഇവിടെ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇതൊരു ഒരു ലേക്കാണ് ശരിക്കും. അത് നമ്മൾ 4 ഭാഗവും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൊത്തം ഇവിടെ ഒരു പീക്കാണ്. പീക്കിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഈ റിവർ വരുന്നത്, ഇത് വരുന്നത്, ലേക്ക് വരുന്നത്. ഈ പീക്കിന് വരുന്ന വെള്ളമാണ് തോന്നുന്നത്. പല പുഴകളും ഒക്കെ ചേർന്നാണ് ഈ ലേക്ക് ആവുന്നത്. ഇവിടെ കാണുന്നത് നല്ലൊരു ഫ്ലവറാണ് കേട്ടോ. അത് നമ്മൾ വഴി നീളെ കാണാം. നല്ല ഭംഗിയായിട്ട് പൂത്ത് പല കളറിലുണ്ടാവും. അത് ബ്ലൂ ഉണ്ടാവും, ചിലപ്പോൾ വയലറ്റ് ഉണ്ടാവും. അങ്ങനെ പല കളേഴ്സിലും അത് കാണാൻ കഴിയും. വഴിനീളെ ഈ പൂക്കളാണ് കേട്ടോ. നല്ല ഭംഗിയായി, നല്ല രസമാണ് കാണാൻ. നിറയെ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ നല്ല
സുഖം. ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഫുള്ളായിട്ടും പൂത്ത് നിൽക്കുന്നതുകൊണ്ട് നിറയെ പൂക്കളാണ്. പിന്നെ ഇപ്പം ആളുകളൊക്കെ കുറവാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വർക്കിംഗ് ഡേ ആണ്, ഞാൻ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പൊതുവെ ആളുകൾ ഇന്ന് കുറവാണ്. മറ്റേ ഇവിടെ നമ്മുടെ ഓഫ് ഡേയിൽ ഹോളിഡേയ്സിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ആളാണ്. അതുപോലെ ബൈക്ക് റൈഡേഴ്സും അതുപോലെ കാർ റൈഡേഴ്സൊക്കെ നല്ലോണം ഇതിൽ റൈഡ് ചെയ്യുന്ന സംഭവം കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു. അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് ഞങ്ങളുടെ ഇവിടുത്തെ രണ്ടാമത്തെ വരവാണ്. നാളെ കണ്ടില്ലേ, എൻ്റെ ബാക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഫിഷിങ്ങിനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കംപ്ലീറ്റ് ഫിഷിംഗ് ആണ് ഇവിടെ. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ വിൽപ്പനയ്ക്കെന്നല്ല, നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട്, അതായത് നമുക്ക് ക്യാഷ് അടച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അവരെയും കൂട്ടി ഈ ബോട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഫിഷിങ്ങിന് പോവാം. അതായത് സമയം കഴിഞ്ഞു പോയി, ഇപ്പോഴുണ്ടോ എന്ന് ഞാൻ തോന്നുന്നു, എല്ലാവരും സമയം കഴിഞ്ഞു പോയി. ആളുകൾ ഫിഷിങ് ചെയ്യുന്നതാണ്. പക്ഷെ പെർമിഷൻ എടുക്കാം നമുക്കിന്ന് ഫിഷിങ് ചെയ്യണമെങ്കിൽ. ഫിഷിങ് ചെയ്യാനും ഫിഷിങ് ഭയങ്കര നമ്മൾ ടിക്കറ്റൊക്കെ അവരുടെ പെർമിഷനൊക്കെ എടുത്തിട്ടാണ് ഫിഷിങ് ചെയ്യുക. ഇവിടെ എവിടെയാണെങ്കിലും ഫിഷ് ചെയ്യാൻ പറ്റില്ല, ഫിഷിങ്ങിന് പോകാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലും ഭയങ്കര എന്താ പറയുക, അങ്ങനെ പെട്ടെന്ന് ചാടിക്കറി നമുക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ പുഴയിൽ ചൂണ്ടിടാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫിഷിംഗ് ഓഫീസ്. ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഇവരെയും കൂട്ടിയിട്ട് പോകാൻ പറ്റും. ഇവിടുന്ന് നേരെ അതിൻ്റെ മുമ്പിലേക്കാണ് നമ്മളെ ഈ ലേക്ക് വരുന്നത്. ലേക്കിന് നേരെ മുമ്പിൽ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ വരാറുണ്ട്, മലയാളികളും ഇവിടെ കാണാം പൊതുവെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഇതാണ് കേട്ടോ, ആ റിസർവറിൻ്റെ ഫ്രണ്ടേജാണ്. അതായത് ഡാം ഇവിടെയാണ് വരുന്നത്. ഡാമിൻ്റെ ശരിക്കതാണ് ഡാം. നമ്മൾക്ക് ഒരു വലിയൊരു നിർഭാഗ്യം എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, ഇതിലൂടെ വെള്ളം ഇറങ്ങുന്നൊരു സീനുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഇതാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് രണ്ടാം തവണയും വന്നിട്ട് ഇവിടെ ഇത് കാണാൻ പറ്റിയില്ല. ഒരു ഭയങ്കര വിഷമമായിപ്പോയി. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഒരു യൂണിറ്റാണ് ശരിക്കും. പക്ഷെ ഇതിലേക്ക് വെള്ളം ഇറങ്ങുന്നൊരു സീനുണ്ട്, വളരെ മനോഹരമായിട്ടുള്ളൊരു സീനാണ്. പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല, വളരെ വിഷമം. ഇതാണ് ആ ഡാമിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണിത്. നമ്മുടെ ഡാമാണ് ഈ കാണുന്നത്. ഇതാണ് ആ ഡാം. ഇവിടെയൊക്കെ ഈ നേരത്തെ ഒരു സൈഡ് ഇത് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് നാട്ടിലേക്ക് നമ്മൾ താമസിക്കുന്നിടത്തേക്ക് പോകണം ഈ റോഡ് വഴിയാണ് പോകണം. അതിലേക്ക് പോകാൻ കണക്ട് ചെയ്തിട്ട് വേറൊരു വഴിയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മൊത്തം പീക്കാണ്, എല്ലാ സൈഡും പീക്കാണ്. അതിൻ്റെ നടുക്കാണ് ഈ റിവറും ഈ പറഞ്ഞ ലേക്കും വരുന്നത്. ഫുട്പാത്താണത്. ഫുട്പാത്ത് വഴിയാണ് നമുക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞങ്ങൾ വന്നത് കാണാൻ കഴിഞ്ഞില്ല, അത് വലിയൊരു വിഷമമായി. എന്നാലും വേണ്ടില്ല, ഈ വീഡിയോ ഇവിടെ ചെയ്യണമെന്നുള്ളതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, സാഹചര്യം കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ പ്രാവശ്യം വന്ന് കാണാൻ വേണ്ടി പറഞ്ഞു. ഇതാണ് നമ്മളെ ഒരു ഇതിൻ്റെ മൊത്തം വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഉണ്ടല്ലേ, 4 സൈഡും വലിയ മലകളാണ്. മലകൾ എന്ന് പറഞ്ഞാൽ കുന്നുകളാണ്, പീക്സാണ് ഇവിടെ എല്ലാം. ഈ നാടിൻ്റെ പേര് പീക്ക് ഡിസ്ട്രിക്റ്റ് എന്നാണ്. കാരണം പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഓൾറെഡി ചെയ്യുന്നുണ്ട്. അതിൽ ഒരു വീഡിയോ ആണിത്. അതിൻ്റെ ഡാം സൈഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയാണ്. പക്ഷേ ഇവിടെ അടച്ചിരിക്കുകയാണ്, കാരണം നമുക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതിൽ കൂടുതലൊന്നും ഇല്ല. ഇത് പിന്നെ അതിൻ്റെ എന്തോ ഒരു ഒന്നല്ലെങ്കിൽ അതിൻ്റെ എനിക്കൊന്ന് എൻജിൻ റൂമോ അങ്ങനത്തെ ആയിരിക്കാൻ തോന്നുന്നു, മേ ബി.
അപ്പോൾ ഇതാണ് ഈ ഒരു ഡാമിൻ്റെ ഏകദേശം ചുറ്റുവട്ടങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇവിടെ ഇതൊരു ഹോളിഡേ സ്പോട്ടും കൂടിയാണ് കേട്ടോ ഈ ഏരിയ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന. അതിലൊരു പോർഷൻ മാത്രമാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഈ ഡാമും പരിസരം. ഇന്ന് പക്ഷെ ആളിതില്ല. കാരണം ഒന്നാമത് ഇവിടെ പറഞ്ഞ പോലെ ഇന്ന് ഇവിടെ ഹോളിഡേ അല്ല, ഇന്ന് ഇവിടെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇവിടെ ആളുകൾ കുറവാണ്. ഇതൊക്കെ ഇല്ലെങ്കിൽ ഏരിയൊക്കെ കംപ്ലീറ്റ് ആളുകളായിരിക്കും. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു പിക്നിക്കിനൊക്കെ വരാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇതിൻ്റെ അടുത്ത് മറ്റേ ഡാമിൻ്റെ സൈറ്റാണ്, അതിൻ്റെ ഡാമാണ് ഈ കാണുന്നതിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ഒരു ചെറിയ ഗ്രീൻ ബെൽറ്റ് ചെയ്തിട്ട് ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന പാർക്കോ സൗകര്യങ്ങളൊക്കെ ആക്കിയിരിക്കുകയാണ്. അതിൻ്റെ താഴത്ത് എന്തൊക്കെയുണ്ട്, ഈ വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ ഭാഗം തോന്നുന്നുണ്ട്. പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്, നമ്മുടെ വാട്ടർ അതോറിറ്റീൻ്റെ ഭാഗമാണ് തോന്നുന്നത്. ഭയങ്കര രസമാണ്. ഒരു വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനും. നല്ല രസമാണ് അതിലെ ഈ ഡാമിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. ഇത് ഫുള്ളായിട്ട് 4 സൈഡും പീക്കിൻ്റെ നടുക്ക് ഇതൊരു ഡാം. ഇതുപോലെ ഡാമുകൾ വേറെയുണ്ട്. നിയറസ്റ്റ് തന്നെ വേറൊരു ഡാമും കൂടെ ഉണ്ട്. അതിൽ ഡർബൻ ഡാം എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. നമ്മളെ ബ്യൂട്ടി ഇവിടെ ഉണ്ട്. ബ്യൂട്ടിനോട് വോയിസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ശരിയാവില്ല. അത് എൻ്റെ വോയിസ് പിന്നെ എന്താണ് ഡബ്ബിങ്ങിന് മാത്രമേ ഉള്ളൂ. സിനിമേൻ്റെ ഡബ്ബിങ്ങാണ് ചെയ്യാം, മറ്റേ ഇതിൻ്റെ ഡബ്ബിങ് ശരിയാവില്ല. എൻ്റെ വീഡിയോ തീരെ മോശമാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തോ മൊത്തം ഇവിടെ പൈൻ മരങ്ങളാണ്. ഇവിടെ മൊത്തം പൈൻ മരങ്ങളെ ചുറ്റപ്പെട്ടിറക്കാം മൊത്തം ഈ ഒരു സൈഡും. ഇതൊരു ഇവിടുത്തെ പറഞ്ഞാൽ ഇതൊരു ഫോറസ്റ്റ് എന്നറിയാൻ പറ്റുന്നെങ്കിലും എന്നാൽ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോലെയാണ് ഇവിടെ. നാഷണൽ ട്രസ്റ്റ് എന്ന് അറിയാം ഇതിൻ്റെ മൊത്തം. അതിൻ്റെ അണ്ടറിലാണ് ഇതൊക്കെ നിൽക്കുന്നത്. നമ്മുടെ ഡാമിൻ്റെ ആ ഒരു കിണർ പോലെ നിൽക്കുന്ന സംഭവമില്ലേ, അതൊരു വലിയൊരു സംഭവമായിരുന്നു. അത് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു ഭയങ്കര വിഷമമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ അത് കാണുക എന്നുള്ളത്. അതിൻ്റെ വെള്ളം ഇറങ്ങുന്ന സീനുണ്ട് അതിലേക്ക്. അത് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ വിഷമമായി. ഇന്ന് ഞങ്ങൾ 2 സ്ഥലത്തേക്കായിരുന്നു പ്ലാൻ ചെയ്ത്. 2 സ്ഥലത്തും ഞങ്ങൾക്കിത് കാണാൻ കഴിഞ്ഞില്ല. അന്ന് പോയി എന്നല്ലാണ്ട് രണ്ടും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ സമയം ഇത് കാണാൻ രസമുള്ള സ്ഥലമാണ്. പക്ഷേ ആ ഒരു സീൻ, അതിൻ്റെ ആ വെള്ളം ഇറങ്ങുന്നൊരു സീൻ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അതൊരു വലിയൊരു വിഷമമായിരുന്നു. ഇനി ഒരു സമയം കൂടെ വരാം. നമ്മുടെ നല്ല മഴ പെയ്യുമ്പോഴാണ് അത്. കാരണം ഈ നിയറസ്റ്റ് ഡേയിലൊക്കെ ആരൊക്കെയോ വന്നപ്പോഴൊക്കെ അത് കണ്ടതാണ്. പിന്നെ ഇതിവിടെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം ഇറങ്ങും. കാരണം പീക്ക് വെള്ളം അപ്പോൾ ഇത് നിറഞ്ഞ് കവിഞ്ഞ് എന്താ പറയുക, ഇതിങ്ങനെ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കിണർ പോലുള്ള ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതാണ് സംഭവം. ഇതുണ്ടല്ലോ, ഇതിവിടെ ഒരു വാട്ടർ അതോറിറ്റീൻ്റെ ഭാഗം തോന്നുന്നു. എന്തൊക്കെയോ വാട്ടർ പ്യൂരിഫിക്കേഷനും പിന്നെ ഇതിൽ നിന്ന് ഇറങ്ങുന്ന വാട്ടറാണത്. ഒരു വാട്ടർ വേ ആണത്. അതിൻ്റെ ഓഫീസുകളും കാര്യങ്ങളൊക്കെയാണ് താഴത്ത്. നല്ല സ്ഥലമാണ്, നല്ല രസമാണ് കാണാൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഡാമിൻ്റെ വലിയൊരു ഡാമാണ് കേട്ടോ. അത്യാവശ്യം നല്ല വാട്ടർ റിസർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് സംഭരിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ഡാമാണ്. അതിൻ്റെ 4 സ്ഥലവും റോഡുകളുണ്ട്. റോഡുകൾ എന്ന് പറയുമ്പോൾ പാറങ്ങൾ കെട്ടിയിട്ട് അങ്ങോട്ട് 4 സൈഡിൽ നിന്ന് പുഴകൾ വന്ന് ഈ പീക്കിൽ നിന്ന് വരുന്ന വാട്ടർ ഇതിലേക്കാണ് നേരെ ഒഴുകി എത്തുന്നത്. ഇത് ഈ മലയുടെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ഈ മലയുടെ മുകളിലേക്ക് കയറാനുള്ള വഴി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ശരിക്കും സൺസെറ്റ് കാണാനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ സൺസെറ്റ് കാണുന്നതിൽ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് 12 മണിയൊക്കെ ഒരു രാത്രി 10 മണി 11 മണിയൊക്കെ ആവും. ആ സമയത്ത് വല്ല മഞ്ഞുണ്ടെങ്കിൽ അത് കാണാനും കഴിയില്ല. അത് ഇതിൻ്റെ മുകളിലേക്ക് കയറുക എന്ന് പറയുന്നത് ഇപ്പം ആരെയും കാണുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ.
ഏരിയയിലൊന്നും ആളില്ല. മറ്റേത് മറ്റേ ഹോളിഡേയ്സിലാണെങ്കിൽ ഫുൾ ആളുകളായിരിക്കും. പിന്നിപ്പോൾ സമയം എന്ന് പറയുന്നത് ഏകദേശം 8 മണിയോളായിട്ടുണ്ട് രാത്രി. എന്ന് പറഞ്ഞാൽ ഇവിടെ 8 മണിക്ക് സൂര്യൻ അസ്തമിക്കാത്തതുകൊണ്ടാണ്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഭയങ്കര പാതിരാത്രിയാകുമായിരുന്നു നമ്മൾ നാട്ടിലുള്ള മാതിരിയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ നിറയെ പൂക്കളാണ്. പൂക്കൾ നിറഞ്ഞ് നല്ല പൂത്ത് പല വർണ്ണങ്ങളിൽ നിൽക്കുന്നു. പല വർണ്ണങ്ങൾ, നല്ല ഭംഗിയാണ്. എല്ലായിടത്തും പൂക്കളാണ്. നല്ല രസമാണ് കാണാൻ. നമുക്ക് ഡാമിൻ്റെ അപ്പുറമുള്ള പീക്കിലേക്കൊന്ന് സൂം ചെയ്താൽ നല്ല ഭംഗിയാണ് ഈ പീക്കുകളൊക്കെ കാണാൻ. ഫുൾ പുൽമേടുകളായതുകൊണ്ടൊക്കെ ഫീൽഡുകളാണ്. കംപ്ലീറ്റ് നമുക്ക് ഈ ഷീപ്പുകളെ കാണാൻ കഴിയും. ഇല്ല, പക്ഷേ ഇപ്പോൾ ഈ ഏരിയയിൽ കാണുന്നില്ല. വന്ന വഴിയിലൊക്കെ ഉണ്ടായിരുന്നു ഷീപ്പ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഞങ്ങൾ വരുന്ന വഴിക്കുള്ള കുറേ സംഭവങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കാണാൻ കഴിയുന്ന നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും ഒക്കെ ഞങ്ങൾ അറ്റാച്ച് ചെയ്യുന്നു. ഈ ഒരു ഡാമിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഇതാണ് കൊടുത്തിരിക്കുന്നത്.